കരുനാഗപ്പള്ളി നഗരസഭയുടെ സ്റ്റോർ റൂമിൽ നിന്നും ഫയലുകളും കമ്പ്യൂട്ടർ ഉൾപ്പെടെയുള്ള സാധനങ്ങളും കടത്തിയതായി ആരോപണം. ജനസഹായ സമിതി ഭാരവാഹികളാണ് ആരോപണം ഉന്നയിച്ചത്. കുറ്റക്കാർക്കെതിരെ കേസെടുക്കണമെന്ന് ഇവർ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. കരുനാഗപ്പള്ളി നഗരസഭയിൽ നിന്ന് ഫയലുകളും ലക്ഷക്കണക്കിന് രൂപയുടെ സാധനങ്ങളും കടത്തിയതായി ആരോപണം. കുറ്റക്കാർക്കെതിരെ ക്രിമിനൽ കേസെടുക്കണമെന്ന് ജനസഹായ സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. നഗരസഭയുടെ പ്രവർത്തനം പുതിയ കെട്ടിടത്തിലേക്ക് മാറുന്ന സമയത്ത് ഓഫീസ് ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചുകൊണ്ടിരുന്ന കമ്പ്യൂട്ടറുകൾ, ബാറ്ററികൾ, ക്യാമറകൾ, ഫർണിച്ചറുകൾ, വിലപിടിപ്പുള്ള പാത്രങ്ങൾ, ഇൻവെർട്ടർ തുടങ്ങിയവ നഗരസഭാ കെട്ടിടത്തിന്റെ സ്റ്റോർ റൂമിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. എന്നാൽ ഉദ്യോഗസ്ഥരുടെയും ഭരണകർത്താക്കളുടെയും മൗനാനുവാദത്തോടെ ഫെബ്രുവരി 13 മുതൽ 16 വരെയുള്ള തീയതികളിലായി ഇവിടുത്തെ പൂട്ട് തകർത്ത് സ്റ്റോർ തുറന്ന് ലോഡ് കണക്കിന് സാധനങ്ങൾ കടത്തിക്കൊണ്ടുപോയതായാണ് ഇവരുടെ ആരോപണം. 13, 14, 15, 16 തീയതികളിലായി നമ്മുടെ പൊതുസമൂഹം കണ്ടത് ആ ഓഫീസുകളിൽ ഇത്തരം ഫയലുകൾ കൊണ്ടുപോകേണ്ട ഫയലുകൾ കൊണ്ടുപോകാതെ അവിടുത്തെ മുറികളിൽ പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. അത് മാത്രവുമല്ല, ലക്ഷക്കണക്കിന് റുപ്യയുടെ ബാറ്ററികൾ അവിടെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പുതിയ ഓഫീസ് സ്ഥാപനങ്ങളാണ് കൊണ്ടുവന്നത്. ലക്ഷക്കണക്കിന് റുപ്യയുടെ, എൻ്റെ അറിവനുസരിച്ച് അവിടെ ചില ജീവനക്കാൽ മനസ്സിലാക്കാൻ കഴിയും 82ലധികം ബാറ്ററികളൊന്നും ഉണ്ടായിരുന്നു. ക്യാമറകൾ, ഇൻവെർട്ടറുകൾ, ഫർണിച്ചറുകൾ, പാത്രങ്ങൾ, CCTV ക്യാമറകൾ, ഇങ്ങനെ തുടങ്ങി ലക്ഷക്കണക്കിന് റുപ്യയുടെ സാധനങ്ങൾ സ്റ്റോറിൽ പൂട്ടിയിരിക്കുകയായിരുന്നു. ഈ സാധനങ്ങൾ തല്ലി തകർത്ത് നമ്മുടെ മാധ്യമങ്ങളിലൊക്കെ വന്നതായിരുന്നു 8-10 ലോഡ് സാധനം കടത്തി. അവസാന ദിവസമാണ് ജനങ്ങൾ ഇത് കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നതും അവസാനം പഴയ കൗൺസിലർമാരും പുതിയ കൗൺസിലർമാരും നാട്ടുകാരും ഒക്കെ വന്ന് തടയുകയും ചെയ്തു. എൻ്റെ 8-10 ലോഡ് സാധനങ്ങൾ ഓഫീസിൽ നിന്ന് കൊണ്ടുപോയി. വാർത്താ സമ്മേളനത്തിൽ A. അജയകുമാർ, രാജേഷ് കുമാർ, S. വിജയൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.